ഹലോ ഗായ്സ്, ടെക് ഫോർ അവർ മലയാളത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്? ഇന്ന് ഒരു ഫസ്റ്റ് സി പ്രോഗ്രാം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ നിർത്തിയിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ ഫസ്റ്റ് സി പ്രോഗ്രാം ഇന്ന് തന്നെ ചെയ്യാം. അതിനായി നമ്മൾ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്ന കോഡ് ബ്ലോക്സ് ഐ ഡി നമുക്ക് ഓപ്പൺ ചെയ്യാം. കോഡ് ബ്ലോക്സ് ഐ ഡി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. കോഡ് ബ്ലോക്സ് ഐ ഡി ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ആണ് ഫസ്റ്റ് നമുക്ക് കാണിക്കുന്നത്. അതിൽ നമ്മൾ ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്ട് എന്ന് സെലക്ട് ചെയ്യുക. അതിനകത്ത് കൺസോൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഒരുപാട് വേറെ കിടപ്പുണ്ട്. ഓർഡിനോ പ്രൊജക്ട്സ്, കോഡ് ബ്ലോക്സ് ഇൻ പ്ലഗിൻ, ഡി ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് കിടപ്പുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് കൺസോൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്താൽ മതി. കൺസോൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ അതിലും കിടക്കുന്നുണ്ട്. സി ഉണ്ട്, C++ ഉണ്ട്. നമ്മളിപ്പോൾ സി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സി തിരഞ്ഞെടുക്കാം. സി കൊടുത്ത് ഞാൻ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മളെ പ്രോജക്റ്റിന്റെ ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കാം. ഞാനിപ്പം സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ എന്നാണ് കൊടുക്കുന്നത്. പ്രോജക്റ്റ് ഫയൽ നെയിം അതെല്ലാം അവിടെ കിടപ്പുണ്ട്. നമുക്ക് പിന്നെ രണ്ടാമത് ഫോൾഡർ ടു ക്രിയേറ്റ് പ്രൊജക്ട് എന്ന് വെച്ചു നമ്മൾ ഏത് ഫോൾഡറിലാണെന്ന്. സിയിൽ യൂസേഴ്സിനകത്ത് ഡെസ്ക്ടോപ്പിനകത്താണ് കിടക്കുന്നത്. ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ മതി, മാറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ തന്നെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി ഇവിടെ കമ്പൈലർ നമ്മൾ GNU GCC കമ്പൈലർ ആക്കി ഇടണം. അതാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ള കാര്യം. GNU GCC കമ്പൈലർ, ആ കമ്പൈലർ തന്നെ ഇതാക്കണം. ഫിനിഷ് കൊടുക്കുന്നു. ഫിനിഷ് കൊടുക്കുമ്പോൾ ഇവിടെ സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഒരെണ്ണം കിടപ്പുണ്ട്. അതിനകത്ത് സോഴ്സസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് main.c എന്ന് പറഞ്ഞൊരു ഫയൽ കിടപ്പുണ്ട്. അതാണ് ഒരു സി പ്രോഗ്രാമിംഗിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇതെല്ലാം നമ്മൾ ഇവിടെ കളയുന്നു. എന്നിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രോഗ്രാം ഏതാണ്? ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതാൻ പോവുകയാണ്. ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രോഗ്രാമിന്റെ ബേസിക് സ്ട്രക്ചർ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആദ്യം ഒരു ഹെഡർ ഫയൽ കൊടുക്കണം. #include stdio.h. ഇതാണ് പ്രോഗ്രാമിന്റെ ഹെഡർ ഫയൽ. നമ്മൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്? stdio.h printf scanf ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഉപയോഗിക്കുന്നത്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് വർക്ക് ആവാൻ വേണ്ടി. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി വരും ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ എന്താണ്? printf scanf തുടങ്ങിയ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത വരാൻ പോകുന്നത് മെയിൻ പ്രോഗ്രാം ആണ്. നമ്മുടെ പ്രോഗ്രാമിലുള്ള എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതേണ്ടുള്ളത് ഈ മെയിൻ പ്രോഗ്രാമിനകത്താണ്. അപ്പൊ നമ്മൾ ആദ്യം വോയിഡ് മെയിൻ ഫംഗ്ഷൻ ഇവിടെ എഴുതി. ദെൻ അതിന്റെ സിന്റാക്സ് എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഒരു ഓപ്പൺ ബ്രാക്കറ്റ്, ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇതായിരുന്നു നമ്മൾ അതിന്റെ സിന്റാക്സ് പറഞ്ഞത്. ഇനി ഇതിനകത്താണ് നമ്മൾ ഇത് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കേണ്ടുള്ളത്. നാം പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മളൊരു സാധനം സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടുള്ളത്? printf എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ആ ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കാം. printf ഫംഗ്ഷന്റെ സിന്റാക്സ് പറഞ്ഞ എങ്ങനെയാണ്? printf കഴിഞ്ഞിട്ട് ഒരു ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് എന്താണ് നമ്മളെ മെസ്സേജ് ഇതാക്കണം. ഞാൻ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുത്തു. ദെൻ സെമി കോളൻ വെച്ച് എൻഡ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ള ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഇവിടെ റൺ എന്ന് പറയുന്നത് ഇതുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. എന്തോ എഴുതി കാണിക്കുന്നുണ്ട്. ഇറ്റ് സീംസ് ദാറ്റ് യുവർ പ്രൊജക്ട് ഹാസ് ബീൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. യു വാണ്ട് ടു ബിൽഡ് ഇറ്റ് നൗ. നമ്മളെ പ്രൊജക്ട് ബിൽഡ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ബിൽഡ് ചെയ്യാൻ കൊടുക്കാം. യെസ്. റണ്ണായി വരാൻ ചെറിയൊരു വന്നിട്ടുണ്ട്. ഹലോ വേൾഡ് പ്രോസസ് റിട്ടേൺ വിത്ത് 11. നമ്മളെ ഔട്ട്പുട്ട് ഇതാകുന്നുണ്ടോ സ്ക്രീനിൽ? ഒരു ടെർമിനൽ പോലെ നമ്മളെ കമാൻഡ് പ്രോംപ്റ്റ് പോലുള്ള ഒരു ഇതിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ആയി വന്നില്ലേ? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. നമുക്കിനി ജസ്റ്റ് വേറൊരു ചെറിയൊരു പ്രോഗ്രാമും കൂടെ നോക്കാം. ഒരു രണ്ട് നമ്പർ നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുത്ത് അതിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ച്, ഡേറ്റ ടൈപ്സ് പഠിച്ച്, ഒരു ഐഡന്റിഫയർ എങ്ങനെയാണ് ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. അപ്പൊ അത്രയും പഠിച്ചത് വെച്ച് നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് നമ്പർ നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം.
അത് നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h മെയിൻ ഇത്ര ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഇത് മാത്രം മാറ്റി കൊടുത്താൽ മതിയല്ലോ. ഇതിനകത്ത് നമ്മൾ ആദ്യം വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കണം. പ്രോഗ്രാം കേൾക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കണം. എന്താണ്? 2 നമ്പര് സമ്മ് കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ എത്ര വേരിയബിൾ വേണ്ടി വരും? ആ 2 നമ്പർ സ്റ്റോർ ചെയ്യാനും വേരിയബിൾ വേണ്ടി വരും. അതേപോലെ എന്താണ്, നമ്മുടെ സമ്മ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയും വേരിയബിൾ വേണ്ടി വരും. അപ്പോഴത്തേക്ക് 2 നമ്പർ നമുക്ക് ഇന്റിജർ നമ്പർ തന്നെ ആയിക്കോട്ടെ, വേറെ നമ്പർ നോക്കണ്ട. തൽക്കാലം ഇന്റിജർ വെച്ച് തന്നെ ചെയ്യാം. അപ്പം ഇന്റ് എക്സ് കോമ വൈ കോമ ഇസഡ്. ഈ എക്സും വൈയും നമ്മളെ 2 നമ്പറിനെ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിള്, ഇസഡ് എന്ന് പറയുന്നത് സമ്മ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിള്. ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് എന്താണ്? പ്രിന്റ് എഫ്. നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരണം. എന്താണ് പ്രിന്റ് ചെയ്തുകൊണ്ടുള്ള? എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്ത് വരണം. കാരണം അപ്പോഴല്ലേ നമുക്ക് ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കണം, എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ. അതിന്റെ പ്രോഗ്രാമിന്റെ സിന്റാക്സ് ഒക്കെ നോക്കി വെച്ചേരെ. സെമി കോളൻ ഇട്ടു പ്രിന്റ് എഫ്. നമ്മളിപ്പോ നമ്പർ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയുള്ള കൊടുത്തു. ഇനി നമ്മളെ കീബോർഡിൽ നിന്നുള്ള ഇൻപുട്ട് നമുക്ക് സ്വീകരിക്കണ്ടേ? അതിന് നമ്മൾ ഏത് ഫംഗ്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്? സ്കാൻ എഫ് ഫംഗ്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ആ സ്കാൻ എഫിനകത്ത് എങ്ങനെയാണ് ഒരു ഇന്റിജർ നമ്പർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു ഇന്റിജർ നമ്പറിനെ എങ്ങനെ നമ്മൾ ഇൻപുട്ട് ചെയ്തെടുക്കും എന്ന് പറഞ്ഞത്, ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഇന്റിജർ നമ്പർ ആകുമ്പോഴത്തേക്ക് %d ആദ്യം കൊടുക്കണം. %d അത് ഇതിനകത്താണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്താൽ തെറ്റാണ് അതിന്റെ സിന്റാക്സ്. അതൊരു ഡബിൾ ഇൻവെർട്ടർ കോമയിൽ കൊടുക്കണം, %d. ഓക്കെ, അതൊക്കെ. ദെൻ ഒരു കോമ ഇട്ടിട്ട് നമ്മളെ ഏത് നമ്പറിലേക്കാണ് സ്റ്റോർ ആവേണ്ടുള്ളതെന്ന്. അപ്പം എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്കാണ് നമുക്ക് സ്റ്റോർ ആവേണ്ടുള്ളത്. അപ്പം ഞാൻ ആംപ്രസെന്റ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഒരു സെമി കോളൻ ഇട്ട് അവിടെ ഇതാക്കി. ഇനി ദെൻ അടുത്തത്, ഇപ്പോൾ ആദ്യത്തെ നമ്പർ നമ്മൾ കീബോർഡ് അല്ല, ആദ്യത്തെ നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്ത് വാങ്ങിച്ചു, സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ നമ്പർ ഇൻപുട്ട് ചെയ്ത് വാങ്ങാൻ വേണ്ടിയുള്ള കമാൻഡ് കൊടുക്കണം. അതിന് പ്രിന്റ് എഫ്, നേരത്തെ പോലെ തന്നെ എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ. അത് വേറെ ഒന്നും നോക്കാനില്ല. എൻ്റർ യുവർ സിയുടെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഈ പറയുന്നത്. ജസ്റ്റ് 2 നമ്പർ ഇൻപുട്ട് ചെയ്ത് വാങ്ങുന്നു, അതിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. വീണ്ടും സ്കാൻ എഫിനകത്ത് നേരത്തെ പോലെ തന്നെ നേരത്തെ പോലെ ആ %d, പെർസെൻറ്റേജിന് ഒരു 5 വന്നു, %d, ദെൻ കോമ ആംപ്രസെന്റ് എഫ് അല്ല ആംപ്രസെന്റ് എക്സ് വൈ, നേരത്തെ നമ്മൾ ഇതാക്കിയ വൈ എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, അതും ഒരു സെമി കോളൻ കൊടുത്ത് എൻഡ് ചെയ്തു. ദെൻ വേണ്ടുള്ള എന്താണ്? ഇപ്പൊ 2 നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്ത് വാങ്ങിച്ചു. ഇനി 2 നമ്പറിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്പം എക്സ് പ്ലസ് വൈ, സമ്മ് കണ്ടുപിടിച്ച് എക്സ് പ്ലസ് വൈ ഇങ്ങനെ എഴുതിയാൽ കറക്റ്റ് ആവുമോ? ഇല്ല, ആവത്തില്ല. കാരണം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ എക്സും വൈയും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് അത് ഏതിനകത്താണ് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണ്ടേ, എന്നാലേ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ നേരത്തെ ഒരു ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ അവിടെ ചെയ്ത് വെച്ചിരുന്നത്, ഡിക്ലെയർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് കൊടുക്കേണ്ടുള്ളത്? ഇസഡ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പൊ അതിന്റെ എന്താണ്? ഈ എക്സും വൈയും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഇസഡിലോട്ട് വരും. ഈ പ്ലസ് ഓപ്പറേറ്റർ പറഞ്ഞ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിനകത്ത് അഡിഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതാണ് ഈ പ്ലസ് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഈ സമ്മിനെ എന്തോ ചെയ്യണം? പ്രിന്റ് ചെയ്യണം. എന്താണ്? പ്രിന്റ് എഫ്. നമുക്ക് സമ്മ് കിട്ടി. അപ്പോഴത്തേക്ക് നമ്മളൊരു ഇത് കൊടുക്കുന്നു, ദ സം ഈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദ സം ഈസ് ദെൻ ഇന്റിജർ നമ്പർ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു %d കൊടുക്കുകയാണ്. ആ %d അവിടെ നമ്മളെ സമ്മ് പ്രിന്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. കോമ ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്കല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഇസഡിനകത്തോട്ട് ഇതാക്കുന്നു, ഒരു സെമി കോളൻ ഇട്ട് ആ ലൈൻ ചേർത്തു.
ഇതിന്റെ എന്ന് വെച്ചാൽ പ്രിന്റ് എഫ് ദ സം ഈസ് പെർസെന്റേജ് ഡി എന്ന് പറഞ്ഞാൽ ദ സം ഈസ് കഴിഞ്ഞിട്ട് പെർസെന്റേജ് ഡിയുടെ ഭാഗത്ത് നമ്മളെ ഇസഡിൽ ഇരിക്കുന്ന വാല്യൂ വരാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം ബിൽഡ് കൊടുക്കാം. നേരത്തെ ഞാൻ ബിൽഡ് കൊടുക്കാതെ ചോദിച്ചുകൊണ്ടാണ് അവർ ബിൽഡിന്റെ കാര്യം പറഞ്ഞത്. ബിൽഡായി കഴിഞ്ഞെന്ന് തോന്നുന്നു. റണ്ണ് കൊടുക്കാൻ എന്തായാലും. അതുകൊണ്ട് എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു 10 കൊടുത്തു, എൻ്റർ അടിച്ചു. എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ ഒരു 20 കൊടുത്തു, എൻ്റർ അടിച്ചു. ദ സം ഈസ് 30. ഓക്കെ, കിട്ടി, ആൻസർ കിട്ടി. 10 അധികം 20 എത്രയാണ്? 30. സംഭവം കിട്ടി. പക്ഷെ നമ്മൾ കണ്ട എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് 10 അടിക്കാനുള്ളത് അതിൻ്റെ കൂടെ ചേർന്ന് വന്ന് കാണാൻ ഒരു ഭംഗിയില്ല. അപ്പൊ നമുക്കൊരു ഭംഗി വരുത്താൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് നമുക്കൊരു /n കൂടെ കൊടുക്കാം. ഇതിനെ ന്യൂ ലൈൻ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതവിടെ നമ്മൾ കൊടുക്കുന്നു, അതിനുശേഷം ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു /n ഞാൻ കൊടുക്കുന്നു. കാണിച്ചു തരാം. ഇത് റൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. /n വർക്ക് ആയില്ലെന്ന് തോന്നുന്നു. നോക്കാം. അതാണ്ടേ ഇപ്പൊ വർക്കായി. വെറുതെ ബിൽഡ് ചെയ്താത്തോണ്ടായിരുന്നു വന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് ഒരു പുതിയ ലൈൻ തനിയെ വന്നിരിക്കുന്നു. നമ്മൾ അവിടെ കൊടുക്കുന്നു 10. എൻ്റെ ഒരു സെക്കൻഡ് നമ്പർ 20. ദെൻ ദ സം ഈസ് 30. ഞാൻ പറഞ്ഞില്ലേ, ആ പെർസെന്റേജ് ഡി കൊടുത്തെടുത്ത് സമ്മ് പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നു. ജസ്റ്റ് ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നു. ഞാൻ ഒന്നും കൂടെ ഇത് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം ഇൻക്ലൂഡ് studio.h ഹെഡർ ഫയൽ കൊടുത്തു. അടുത്ത മെയിൻ പ്രോഗ്രാമിനകത്ത് ആദ്യം 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ദെൻ ആദ്യത്തെ നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തത്. അത് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു scanf, പിന്നെ അതേപോലെ സെക്കൻഡ് നമ്പറിന് വേണ്ടി ഒരു printf, അത് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു scanf, പിന്നെ സിമ്പിൾ ആയിട്ട് ആ 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്ത് z എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ നമ്മൾ z പ്രിന്റ് ചെയ്തു സം ആണെന്ന് പറഞ്ഞ്. സിമ്പിൾ ഒരു പ്രോഗ്രാം ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സി പ്രോഗ്രാം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിന് വല്ലതും അറിയുമുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒരു ഹെൽപ്പ് ആകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത സി പ്രോഗ്രാമുമായി അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഇന്നത്തേക്ക് വിടാം. ഗുഡ് നൈറ്റ്.